രണ്ടാം LDF സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാ അവലോകന യോഗം ചേർന്നു. വിവിധ മേഖലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട 500ഓളം വ്യക്തികളുമായി മുഖ്യമന്ത്രി സംവദിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രദർശന വിപണന മേളയും അടുത്ത മാസം ജില്ലയിൽ സംഘടിപ്പിക്കും. രണ്ടാം LDF സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ഏപ്രിൽ 21-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ജില്ലാതല അവലോകന യോഗം പത്തനംതിട്ട ജില്ലയിലേത് പൂർത്തിയായി. വിവിധ മേഖലകളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട പ്രത്യേക വ്യക്തിത്വങ്ങൾ ഓരോ മേഖലകളിലും സർക്കാർ തലത്തിൽ നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പങ്കുവയ്ക്കുന്നതാണ് ജില്ലാതല അവലോകന യോഗങ്ങളുടെ പ്രാധാന്യം. ഇലന്തൂർ തൂക്കുപാലം പെട്രാസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന യോഗത്തെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തു. വ്യവസായ മേഖലയിലെ നാം സ്വീകരിച്ച നടപടി അതും 2016 മുതൽ തുറന്നു വന്നതാണ്. അതിൻ്റെ ഭാഗമായി നല്ല തരത്തിലുള്ള വ്യവസായ സൗഹൃദ അന്തരീക്ഷം കേരളത്തിലുണ്ടായിരിക്കുന്നു. രാജ്യത്ത് 1ാം സ്ഥാനം തന്നെ നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഉൽപാദന മേഖലയുടെ വളർച്ചയിൽ നല്ല പുരോഗതിയാണ് നേടാൻ നമുക്ക് കഴിഞ്ഞത്. IT രംഗമെടുത്താലും സ്റ്റാർട്ടപ്പ് മേഖലയെടുത്താലും വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് നമുക്ക് നടത്താനായിട്ടുള്ളത്. ഇവിടെ നിക്ഷേപത്തിന് തയ്യാറായി വരുന്നവരുടെ മുന്നിൽ നമ്മുടെ സംസ്ഥാനത്ത് പരിസ്ഥിതി നിയമങ്ങളും തൊഴിൽ സുരക്ഷാ നിയമവും കൃത്യമായി പാലിച്ചാൽ ഒരു നിക്ഷേപകന്റെ ഉദ്യമവും ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കില്ല. ആ നിലയ്ക്ക് ഉറപ്പുണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ 5ാമത്തെ രാജ്യാന്തര വിമാനത്താവളം പത്തനംതിട്ട ജില്ലയിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് ജില്ലാതല അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. 4 വിമാനത്താവളങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട്. 5ാമത്തത് നിങ്ങളുടെ നാട്ടിലാണ് വരുന്നത്. ഇവിടുത്തെ വിമാനത്താവളവും മറ്റ് തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ സേവന ഗുണഭോക്താക്കൾ, സാമുദായിക സാംസ്കാരിക സംഘടനാ നേതാക്കൾ, തൊഴിലാളി പ്രതിനിധികൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, കായിക വ്യവസായിക മേഖലകളിലുള്ളവർ, പ്രവാസികൾ തുടങ്ങി 500ഓളം പ്രത്യേക ക്ഷണിതാക്കളുമായി പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി സംവദിച്ചു. ഓരോ മേഖലകളിൽ നിന്നുള്ള വ്യക്തികൾ സർക്കാർ തലത്തിൽ നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി മറുപടി നൽകി. ധനമന്ത്രി KN ബാലഗോപാൽ, നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, ജില്ലയിൽ നിന്നുള്ള MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ ജില്ലാതല അവലോകന യോഗത്തിൽ പങ്കെടുത്തു. LDF സർക്കാരിന്റെ 4ാമത് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പ്രദർശന വിപണന മേളയും അടുത്ത മാസം ജില്ലയിൽ സംഘടിപ്പിക്കും. ജനം, പത്തനംതിട്ട.